നമസ്കാരം. പാനൂർ സംഭവത്തിന്റെ ചുരുളുകൾ വീണ്ടും അഴിയുകയാണ്. മുഖ്യമന്ത്രിയും പാർട്ടി നേതാക്കളും ഒരു ബന്ധവുമില്ലെന്ന് പറഞ്ഞ സംഭവത്തിന്റെ മുഖ്യ ആസൂത്രകൻ അടക്കം ഡിവൈഎഫ്ഐ നേതാക്കളാണെന്ന് കണ്ടെത്തിയിരിക്കുന്നു. കണ്ണൂരിലെ CPM പാർട്ടി ശക്തി കേന്ദ്രങ്ങളുടെ ബന്ധങ്ങളടക്കം അന്വേഷിക്കണമെന്ന ആവശ്യം ശക്തമായി ഉയരുന്നു. ഇപ്പോൾ പാനൂർ സ്ഫോടന കേസിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തുവരികയാണ്. ബോംബ് നിർമ്മിക്കാൻ ആവശ്യമായ വസ്തുക്കൾ വാങ്ങിയത് സംബന്ധിച്ച വിവരങ്ങളാണ് പുറത്തു വന്നിട്ടുള്ളത്. ഡിവൈഎഫ്ഐ ഭാരവാഹിയായ ഷിജാലും ഷിബിൻ ലാലുമാണ് ബോംബ് നിർമ്മാണ വസ്തുക്കൾ വാങ്ങിയത്. കല്ലിക്കണ്ടിയിൽ നിന്നാണ് ബോംബിനുള്ള സ്റ്റീൽ പാത്രങ്ങൾ വാങ്ങിയതെന്നും അന്വേഷണ സംഘം കണ്ടെത്തിയിരിക്കുന്നു. ഇതോടെ ഡിവൈഎഫ്ഐയുടെ കൂടുതൽ ബന്ധങ്ങൾ പുറത്തുവരികയാണ്. സ്ഫോടക വസ്തുക്കൾ എവിടെ നിന്നെത്തിച്ചു എന്നതിൽ അന്വേഷണം പുരോഗമിക്കുകയാണ് ഇപ്പോഴും. കഴിഞ്ഞ ദിവസം പോലീസിന്റെ റിമാൻഡ് റിപ്പോർട്ട് പുറത്തു വന്നിരുന്നു. രാഷ്ട്രീയ എതിരാളികൾക്കെതിരെ പ്രയോഗിക്കാൻ ലക്ഷ്യമിട്ടാണ് പ്രതികൾ ബോംബ് നിർമ്മിച്ചതെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ പ്രതികൾക്ക് ജാമ്യം നൽകിയാൽ രാഷ്ട്രീയ സംഘർഷത്തിന് സാധ്യതയുണ്ടെന്നാണ് വിലയിരുത്തൽ. മുഴുവൻ പ്രതികളുടെയും അറിവോടുകൂടിയായിരുന്നു ബോംബ് നിർമ്മാണമെന്നും റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. പാനൂർ സ്ഫോടനം വടകര മണ്ഡലത്തിൽ ഉൾപ്പെടെ തിരിച്ചടി ഉണ്ടാക്കുമെന്ന വിലയിരുത്തലിനെ തുടർന്ന് CPM നേതൃത്വത്തിൽ തന്നെ അഭിപ്രായ ഭിന്നത വന്നു കഴിഞ്ഞു. വടകരയിൽ KK ശൈലജയുടെ തിരഞ്ഞെടുപ്പ് സാധ്യതയെ പ്രതികൂലമായി ഇത് ബാധിക്കുമെന്നും ഭയമുണ്ട്. വടകര പാർലമെന്റ് മണ്ഡലത്തിൽ CPM സംസ്ഥാന കമ്മിറ്റി അംഗമായ P ജയരാജനായിരുന്നു തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ചുക്കാൻ പിടിക്കുന്നത്. അതുകൊണ്ട് തന്നെ പാർട്ടി പ്രവർത്തകർ നടത്തിയ ബോംബ് നിർമ്മാണത്തെ ചൊല്ലിയുള്ള വിമർശനങ്ങൾ ഏറെയും വിരൽ ചൂണ്ടുന്നത് P ജയരാജനിലേക്കും കൂടിയാണ്. TP ചന്ദ്രശേഖരൻ വധക്കേസും CPMന്റെ അക്രമ രാഷ്ട്രീയവും ചർച്ചയാകുന്ന വടകര മണ്ഡലത്തിൽ ഇരുട്ടടിയായി മാറിയിരിക്കുകയാണ് പാനൂരിലെ സ്ഫോടനം. ഇതിനിടെ സംഭവത്തിൽ തനിക്കെതിരെ ഉയർന്ന പ്രചാരണങ്ങളെ സ്വന്തം നിലയിൽ പ്രതിരോധിച്ച് KK ശൈലജയും രംഗത്ത് വന്നിരുന്നു. ഗുണ്ടാ സംഘങ്ങൾ തമ്മിലുള്ള കുടിപ്പകയാണ് ബോംബ് നിർമ്മാണത്തിലേക്ക് നയിച്ചതെന്നാണ് വിലയിരുത്തൽ. എന്നാൽ ഡിവൈഎഫ്ഐ പ്രാദേശിക നേതാക്കൾ എങ്ങനെ ഈ സംഘത്തിൽ ഉൾപ്പെട്ടെന്നതിന് പാർട്ടി ഉത്തരം നൽകേണ്ട അവസ്ഥയിലാണ് ഇപ്പോൾ. സംഭവം വിവാദമായി ആളിക്കത്തുന്നതിനിടയിൽ പ്രതികൾക്ക് CPMവുമായി ബന്ധമില്ലെന്ന് ആവർത്തിക്കുകയാണ് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ അടക്കമുള്ളവർ. CPMന് വേണ്ടി ആയുധമുണ്ടാക്കാൻ ഡിവൈഎഫ്ഐ ചുമതലപ്പെടുത്തിയിട്ടില്ലെന്നാണ് അദ്ദേഹം പറയുന്നത്. സംഭവത്തിൽ CPMനെ സംരക്ഷിക്കാനായി ക്യാപ്സ്യൂളുകളുമായി മുഖ്യമന്ത്രിയും കണ്ണൂർ ലോക്സഭാ സ്ഥാനാർത്ഥി KK ശൈലജയും നേരത്തെ രംഗത്തെത്തിയിരുന്നു. എന്നാൽ ഇതെല്ലാം പ്രതിരോധത്തിലാക്കും വിധത്തിലാണ് അന്വേഷണം പുരോഗമിക്കുന്നത്. ഓരോ ദിവസവും പുറത്തുവരുന്ന വിവരങ്ങൾ CPMനെ ഭയത്തിലാഴ്ത്തുന്നുണ്ടെന്നാണ് വിവരം. അതേസമയം പാനൂർ സംഭവത്തിൽ MV ഗോവിന്ദനെതിരെ KK രമയും രംഗത്തെത്തിയിരിക്കുന്നു. പാനൂർ സംഭവം ആസൂത്രിതമാണെന്നും കണ്ണൂരിലെ പാർട്ടിയിലടക്കം അന്വേഷണം ശക്തമാക്കണമെന്നും ഡിവൈഎഫ്ഐ പാർട്ടി അല്ലേ എന്നും ഗോവിന്ദൻ മാഷെന്താ ഇങ്ങനെ പറയുന്നതെന്നും KK രമ ചോദിക്കുന്നു. പാനൂർ സംഭവം ഉണ്ടായ അന്നു മുതൽക്കേ പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞത് സ്ഫോടന കേസ് പ്രതികൾക്കൊന്നും CPMവുമായി ബന്ധമില്ലെന്നാണ്. അതിനെതിരെയാണ് KK രമയും രംഗത്തെത്തിയത്. CPM അറിഞ്ഞു തന്നെയാണ് സ്ഫോടനം നടത്തിയതെന്നും KK രമ പറഞ്ഞു. മാത്രമല്ല, സംഭവം നടന്ന പിറ്റേ ദിവസം തന്നെ മരിച്ച പ്രതിയുടെ വീട്ടിൽ CPM സഖാക്കൾ നിരന്തരം കയറിയിറങ്ങിയതും സത്യങ്ങൾ പുറത്തു കൊണ്ടുവരാൻ സാധ്യതയേറി.